ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 6ാം ക്ലാസ്സിൻ്റെ 2025 ഹാഫ് ഇയർലി എക്സാം തസ്കിയത്തുൽ വിൽദാൻ ആൻഡ് തജ്വീദുൽ ഖുർആൻ 2 എക്സാമും ഒരുമിച്ചാണ് ഉണ്ടാവുക. ഒറ്റ ചോദ്യ പേപ്പറിലാണ്. അപ്പോൾ അത് നടന്നതിൻ്റെ മോഡൽ ചോദ്യ പേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഇതിൽ നമ്മൾ ചോദ്യങ്ങൾ വായിച്ച ഉത്തരങ്ങൾ പറയാൻ മാത്രമാണ് റിവിഷനായിട്ടുള്ളത്. മുമ്പ് ചെയ്ത വീഡിയോസൊക്കെ ഉണ്ട്, അത് നിങ്ങൾ ഉപകാരപ്പെടുത്തണം. അതിൻ്റെ ലിങ്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഫാത്തിഹയിൽ പെട്ട ഒരു ആയത്താണ്. ഫാത്തിഹയിൽ പെട്ട ഒരു ആയത്താണ് എന്ന് പറയുന്നത് എന്താണ്? അൽ ബസ്മല. ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണ് എന്ന് പറയുന്നത് അൽ ബസ്മല എന്നത്. അടുത്തത് 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിദ്മത്ത് ചെയ്ത സഹാബി ആരായിരുന്നു? അനസ് റളിയല്ലാഹു അൻഹു ആണ്. അടുത്തത് ഇഹലോകത്ത് എല്ലാവർക്കും കരുണ ചെയ്യുന്നവൻ അർ റഹ്മാൻ എന്നതാണ്. അത് ടിക്ക് ചെയ്യാം. അടുത്തതാ ജബലുൻ നൂർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മക്കയിലെ ഹിറാ ഗുഹയിലാണ് ജബലുൻ നൂർ സ്ഥിതി ചെയ്യുന്നത്. ഷഫത്താനി മഹ്റജായ അക്ഷരം, അതായത് ചുണ്ട്. ഷഫത്താനി എന്ന് പറഞ്ഞാൽ ചുണ്ടാണ്. ഫാവും വാവും വരുന്നുണ്ട്. അപ്പം അത് ഇവിടെ നമുക്ക് ഫാവും ബാവുമാണ്. ഷഫത്താനി മഹ്റജായ അക്ഷരങ്ങൾ. അടുത്തതാ മുസ്ഹഫിൻ്റെ കോപ്പികൾ തയ്യാറാക്കി വിവിധ നാടുകളിലേക്ക് അയച്ചത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. മുസ്ഹഫിൻ്റെ കോപ്പികൾ തയ്യാറാക്കി വിവിധ നാടുകളിലേക്ക് അയച്ചത്, ക്രോഡീകരിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ചേരുംപടി ചേർക്കാനാണ്. എന്താണ്? വമൈ യബി അജിലം മിൻഹു ബി അജിലത്തിൻ. ബുർദയിൽ നിന്നുള്ള വരികളാണ്. ഈ ബൈത്ത് രചിച്ചത് ആരാണെന്നാണ്. ആരാണ്? അൽ-ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു ആണ്. അൽ-ഇമാമുൽ ബൂസിരി റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ നമുക്കത് സി എഴുതാം. അലുദാ ഉദുല്ലാഹി ഫൽയുവസ്സി അലാ ഉമ്മത്തിക. ഉമ്മത്തിന് വിശാലതയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. ആരായിരുന്നു? ഓപ്ഷൻ ഡി, ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഓപ്ഷൻ ഡി. അപ്പോൾ അത് എഴുതാം. അടുത്തത് ഒഹിബു സ്വാലിഹീന വലസ്തു മിൻഹും. ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഇതാരാ പറഞ്ഞത്? അൽ-ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണ്. ഓപ്ഷൻ എ. അടുത്തതാ അൽ വാലിദ് ഔസത്ത് അബ്വാബിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതാപിതാക്കളെ പറ്റി പറഞ്ഞതാണ്. അപ്പോൾ അത് ഓപ്ഷൻ ഇ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നത് നമുക്കവിടെ ടിക്ക് ചെയ്യാം. അടുത്തതോ ഹിഫ്തു അൻ യുവാഹിദിനില്ലാഹു യൗമൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല എന്നെ പിടികൂടുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞത് ആരായിരുന്നു? അഷൈഖു അഹമ്മദ് റിഫായി റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അതിൻ്റെ ബി നമുക്കവിടെ എഴുതി കൊടുക്കാം. ഇനി വിട്ടഭാഗം പൂരിപ്പിക്കാനാണ്. വതഅല്ലുമുൽ ലിൽ ബാബി മിൻ ഇൽമിൻ ലഹു ഫളലുൻ അലാ ഡാഷ് നാഫില എന്നായിരുന്നു നമ്മൾ രണ്ടാമത്തെ പാഠം ത്വരീഖു ഇലൽ ജിനാൻ എന്ന പാഠത്തിൽ ഫളലുൻ അലാ മിഅത്തിർ റുഖൈഅത്തി നാഫില. അതുപോലെ മറ്റു ലൈനുകൾ വന്ന് നമുക്കിതുപോലെ പൂർത്തിയാക്കി കൊടുക്കാൻ കഴിയണം. അപ്പോൾ അത് മനസ്സിലാക്കണം. അടുത്തതാ അഷൈഖു റിഫായി റളിയല്ലാഹു അൻഹു ഹിജ്റ വർഷം ഡാഷിൽ വഫാത്തായി. ഹിജ്റ വർഷം 578 അഷൈഖു റിഫായി റളിയല്ലാഹു അൻഹു വഫാത്തായത് ഹിജ്റ 578. അടുത്തതാ വാക്റഹൂമൻ ഡാഷ് മാലി വലൗ കുന്നാ സവാഅം ഫിൽ ബിളാഅതി. നമ്മൾ 7ാമത്തെ പാഠത്തിൽ ബൈത്ത് പഠിച്ചിരുന്നു. അതെന്താണ്? വാക്റഹൂമൻ തിജാറത്തുഹു മഅസി വലൗ കുന്നാ സവാഅം ഫിൽ ബിളാഅതി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് അല്ലേ? അപ്പോൾ അവിടെ തിജാറത്തുഹു എന്നത് നമ്മളവിടെ പൂർത്തിയാക്കി കൊടുക്കണം. അതുമില്ല ലൈനും വേറെ മാറി വരാം, നന്നായി മനസ്സിലാക്കണം. അടുത്തതെന്താണ്? വ്യാജ പ്രവാചകൻ മുസൈലിമത്തുമായി മുസ്ലിം സൈന്യം ഡാഷിൽ ഏറ്റുമുട്ടി. എവിടെ വെച്ചാണ് ഏറ്റുമുട്ടിയത്? യമാമയിലാണ് ഏറ്റുമുട്ടിയത്. അടുത്തത് ഖുർആൻ പാരായണം ചെയ്യുന്ന വിശ്വാസിയുടെ അകവും പുറവും മഹത്വരമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മഹത്വരമുള്ളതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മഹത്വരമാണെന്ന്. അടുത്തത് അൽ മുസ്ഹഫുൽ ഇമാമിലെ അക്ഷരങ്ങൾക്ക് പുള്ളിയോ മറ്റു ചിഹ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. അവിടെ മറ്റു ചിഹ്നങ്ങളോ എന്ന് പൂർത്തിയാക്കി കൊടുക്കണം. ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. ജയിൽ വാർഡൻ എന്നതിൻ്റെ അറബി. ജയിൽ വാർഡൻ സജ്ജാൻ എന്നാണ് ജയിൽ വാർഡൻ.
അടുത്തത് ഷെയ്ഖു റിഫാഹി റളിയല്ലാഹു അൻഹു ജനിച്ച സ്ഥലം ഇറാഖിലാണ് ഷെയ്ഖു റിഫാഹി റളിയല്ലാഹു അൻഹു ജനിച്ചത്. അടുത്തതാ ഖുർആൻ പാരായണത്തിന് ഏറ്റവും പുണ്യം ലഭിക്കുന്ന രീതി ഏത്? തർത്തീലാണ്. റത്തിലിൽ ഖുർആന തർത്തീല. അപ്പോൾ തർത്തീലെന്ന് നമുക്കവിടെ എഴുതാം. അടുത്തത് ഖുർആൻ ഒരു ഗ്രന്ഥരൂപത്തിലാക്കാൻ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശം നൽകിയതാര്? ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് നിർദ്ദേശം നൽകിയത്. അടുത്തതാ ഖുർആനിൽ തിലാവത്തിൻ്റെ സുജൂദിൻ്റെ ആയത്തുകൾ എത്ര? ഖുർആനിൽ 14 സ്ഥലങ്ങളിലാണ് തിലാവത്തിൻ്റെ സുജൂദുകൾ ഉള്ളത്. ഇനി ജീമ് ഷീന് എന്നീ അക്ഷരങ്ങളുടെ മഹ്റജ് ഏത്? ജീമ് ഷീന് എന്നിവയുടെ മഹ്റജ് ലിസാനാണ്, നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ്. ജീമ് ഷീന് മനസ്സിലാക്കാം. അടുത്ത ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഫാത്തിഹക്ക് സബു മസാനി എന്നു പേര് പറയാൻ കാരണം എന്താണ്? എല്ലാ നിസ്കാരത്തിലും എല്ലാ റക്കാഴത്തിലും ആവർത്തിക്കുന്നത് കൊണ്ടാണ്. എല്ലാ റക്കാഴത്തുകളിലും ആവർത്തിക്കുന്നത് കൊണ്ടാണ് ഫാത്തിഹക്ക് സബു മസാനി എന്ന് പേര് ലഭിക്കാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്തിന് 4 ഉദാഹരണങ്ങൾ എഴുതുക. എന്തൊക്കെയായിരുന്നു? ചെരുപ്പ് തുന്നുകയും സാധനങ്ങൾ ചുമക്കുകയും അക്രമികൾക്ക് മാപ്പ് നൽകുകയും ആടിനെ മേക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്തിൻ്റെ ഉദാഹരണമാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആശയം എഴുതണം. എന്താണ്? നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. അടുത്തതാ ബലാ യാ റസൂലല്ലാ ഇസ്തഗ്ഫിർലി. സന്ദർഭം വിവരിക്കുക. ബലാ യാ റസൂലല്ലാ, അതേ നബിയെ, ഇസ്തഗ്ഫിർലി, എനിക്ക് പൊറുക്കലിനെ തേടിയാലും എന്ന് സന്ദർഭം വിവരിക്കാനാണ്. ആരാണിത്? ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ദുനിയാവ് അവർക്കും ആഹിറം നമുക്കും ആകലിനെ നീ ഇഷ്ടപ്പെടുന്നില്ലേ? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ദുനിയാവ് അവർക്കും ആഹിറം നമുക്കും ആകലിനെ നീ ഇഷ്ടപ്പെടുന്നില്ലേ? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് ബലാ യാ റസൂലല്ലാ ഇസ്തഗ്ഫിർലി എന്നത്. അടുത്തത് പിതാവിനെ ഒളൂ ചെയ്യാൻ വെള്ളം ചൂടാക്കുന്നത് ജയിൽ വാർഡൻ വിലക്കിയപ്പോൾ ഫള് ഇബ്നു യഹ്യ എന്തു ചെയ്തു? എന്താണ് ചെയ്തത്? വെള്ളപ്പാത്രം വിളക്കിനോട് ചേർത്ത് പിടിച്ച് വെള്ളം ചൂടാക്കി. വെള്ളം ചൂടാക്കി. കുല്ലു യുസല്ലി അലാ മൻ അല്ലമ ഖൈറൽ ഉനാസ്. സാരം എഴുതണം. എന്താണ്? ജനങ്ങളെ നന്മ പഠിപ്പിക്കുന്നവൻ്റെ മേൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വന്നത്. അടുത്തത് നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്ത വ്യക്തിയോട് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? എന്താ പറഞ്ഞത്? ഇങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് ഖുർആൻ പാരായണം ചെയ്തു തന്നത്. ഇങ്ങനെയല്ല എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്തു തന്നത്. ഇതാണ് നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്ത വ്യക്തിയോട് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അടുത്തത് സൂറത്തു തീൻ പാരായണം ചെയ്താൽ എന്ത് ചൊല്ലണം? എന്താണ്? ബലാവാന അലാ ദാലിക മിനശ് ഷാഹിദീൻ എന്നാണ്. ഇനി ഇവിടെ നമുക്ക് 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കുറിപ്പ് എഴുതാനാണ്. അഷൈഖ് അഹമ്മദുൽ കബീരി റിഫായി റളിയല്ലാഹു അൻഹു എന്താണ്? പ്രശസ്തനായ 4 കുത്തുബുകളിൽ ഒരാളാണ്. ഇറാഖിലാണ് ജനനം. ഇൽമിലും ഇബാദത്തിലുമായി ജീവിച്ചു. ഷാഫി മദ്ഹബിലെ ഫിഖ്ഹ് പഠിച്ചു. കൃപാലുവും ദയാലുവുമായിരുന്ന അദ്ദേഹം കുഷ്ഠരോഗികൾക്കും വാതരോഗികൾക്കും അവരുടെ വസ്ത്രങ്ങൾ കഴുകി കൊടുക്കുകയും മുടികൾ പേൻ കളഞ്ഞ് വൃത്തിയാക്കി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അവരുടെ കൂടെ ഭക്ഷിക്കുകയും അവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുമായിരുന്നു. രോഗികളെ സന്ദർശിക്കുകയും അന്ധരെ കൈപിടിച്ചു കൊണ്ടുപോവുകയും വൃദ്ധരെ ആദരിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത്രയും നമുക്കവിടെ ഷെയ്ഖ് അഹമ്മദുൽ കബീരി റിഫായിനെ കുറിച്ചിട്ട് നമുക്കവിടെ എഴുതാം. ഇനി ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് അവിടെ എഴുതേണ്ടത്. നമ്മളെ 3ാമത്തെ പാഠം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ, അത് കഴിയുന്ന രൂപത്തിൽ അവർക്ക് വഴിപ്പെടലാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ ഒരുങ്ങുമ്പോൾ
വാതിൽക്കൽ നിന്നുകൊണ്ട് ഉമ്മയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയും, അസ്സലാമു അലൈക യാ ഉമ്മത്താഹു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് കേൾക്കുന്ന ഉമ്മ മറുപടി കൊടുക്കും, എന്താണ്? വഅലൈക്കുമുസ്സലാം യാ ബുനയ്യ വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശേഷം മഹാനവറുകൾ ഉമ്മയോട് പറയും, ഉമ്മ, എൻ്റെ ചെറുപ്പത്തിൽ അങ്ങ് വളർത്തിയതുപോലെ അള്ളാഹു അങ്ങേക്ക് റഹ്മത്ത് ചെയ്യട്ടെ. മാതാവ്, നീ വലുതായിട്ട് എന്നോട് ഗുണം ചെയ്തു കൊണ്ടിരിക്കുന്നത് പോലെ നിനക്ക് അള്ളാഹും റഹ്മത്ത് ചെയ്യട്ടെ. വീട്ടിൽ തിരിച്ചെത്തുന്ന സമയത്ത് മഹാനവറുകൾ ഇപ്രകാരം ചെയ്യാറുണ്ടെന്നും ഉമ്മ അന്ധയായ സമയത്ത് ടോയ്ലറ്റിലേക്ക് ചുമന്നു കൊണ്ടുപോകുകയും അവിടെ ഇറക്കുകയും ചെയ്യുമായിരുന്നു. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അത്രയും നമുക്ക് അവിടെ എഴുതിയേക്കാം. അടുത്തത് ഖുർആൻ അവതരണ ആരംഭം തജ്വീദിൽ നിന്നാണ്. എന്താണ്? 4ാമത്തെ പാഠം. അതിൻ്റെ നഖ്റഉ വനഫ്ഹമു ഭാഗത്ത് വന്ന വർക്കുകൾ തന്നെയാണ്. നിങ്ങളെ എല്ലാ പാഠത്തിൻ്റെയും വർക്കിൽ വന്ന കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് തഹസീസ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ചോദ്യങ്ങളാണ് ഇങ്ങനെ വരാറ്. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. എന്താണ് ഖുർആൻ അവതരണത്തിൻ്റെ ആരംഭം? മക്കയിലെ ജബലുന്നൂർ സുപ്രസിദ്ധമാണ്. ആ പർവ്വതം ഒറ്റക്കിരുന്ന് ഇബാദത്തിൽ മുഴുകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരഞ്ഞെടുത്തത് ജബലുന്നൂരിലെ ഹിറാ ഗുഹയായിരുന്നു. ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം ഹിറാ ഗുഹയിൽ ആഗതനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇഖ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികരിച്ചു, മാ അന ബിഖാരിൻ. വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം ആവർത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മറുപടി തന്നെ പറഞ്ഞു. പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തു, ഇഖ്റ മുതൽ മാലം യഅലം വരെ. ഇതായിരുന്നു ഖുർആൻ അവതരണത്തിൻ്റെ പ്രാരംഭം. ശേഷം 23 വർഷങ്ങളിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വരെ ഖുർആൻ അവതരിച്ചു. ചിലപ്പോൾ ഏതാനും ആയത്തുകളോ ചില സന്ദർഭങ്ങളിൽ സൂറത്തുകളോ അവതരിക്കും. ഓരോ സമയത്ത് ഇറങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ഓതിക്കൊടുത്തു. സ്വഹാബത്ത് അത് വ്യത്യസ്തമാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്തുകാർ അവ എഴുതി വെക്കും. ഇത്രയും നമുക്കവിടെ എഴുതാം. ഇനി ജംഉൽ ഖുർആൻ. 1-ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത്. ഖുർആൻ മനപ്പാടമുള്ള നിരവധി സഹാബികൾ ഷഹീദായി. വിവരമറിഞ്ഞ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു പറഞ്ഞു, ഹാഫിദുകളായ നിരവധി സഹാബികൾ ഷഹീദായിരിക്കുന്നു. ഇനിയും യുദ്ധങ്ങളുണ്ടായാൽ ഹാഫിദുകൾ രക്തസാക്ഷികളായേക്കും. വിശുദ്ധ ഖുർആനിൻ്റെ നല്ലൊരു ഭാഗം നഷ്ടപ്പെടാൻ ഇത് കാരണമാവും. അതുകൊണ്ട് ഖുർആൻ ഒരു ഗ്രന്ഥരൂപത്തിലാക്കാൻ അങ്ങ് നേതൃത്വം നൽകണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്ത ഒരു കാര്യം നാം എങ്ങനെ ചെയ്യും? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുവ വല്ലാഹു ഖൈറുൻ. അല്ലാഹു ആണ് സത്യം, ഇത് നല്ല കാര്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് നിരന്തരം ഈ ആവശ്യം ഉന്നയിച്ചു കൊണ്ടിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരായിരുന്ന സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, നിങ്ങൾ ബുദ്ധിമാനും യുവാവും വിശ്വസ്തനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുതിയിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ ഒരു ഗ്രന്ഥരൂപത്തിലാക്കണം. അങ്ങനെ ജംഉൽ ഖുർആനെ കുറിച്ചിട്ട് നമുക്ക് അത്രയും അവിടെ പൂർത്തിയാക്കാം. അപ്പോൾ ഇത്രയാണ് ഇവിടെ തസ്കിയയിൽ നിന്നും തജ്വീദിൽ നിന്നും കഴിഞ്ഞ വർഷം വന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഇതൊരു മോഡലായിട്ട് മാത്രം നിങ്ങൾ പഠിക്കുക. കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറൊക്കെ ഉപകാരപ്പെടുത്താം. എല്ലാ ചോദ്യങ്ങളും നിന്ന് ചേർത്ത് വായിച്ച് റിവിഷൻ ക്ലാസ്സുകളൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. എല്ലാവർക്കും അതിനൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.